ട്രേഡ് മീഡിയയുടെ പുതിയൊരു വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു പ്രൈസ് ആക്ഷന്റെ ഒരു വീഡിയോ സീരീസ് ഇന്ന് തൊട്ട് ആരംഭിക്കുകയാണ്. നമ്മൾ നേരത്തെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്ന സമയത്ത് തൊട്ടേ ഒരുപാട് പേര് ചോദിച്ചതാണ് പ്രൈസ് ആക്ഷനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. സമയമില്ലാത്തതുകൊണ്ട് അത് നീണ്ടുപോയതാണ്. അപ്പം ഇതിൽ കുറേയധികം വീഡിയോസ് ഉണ്ടാവും. ഈ പ്രൈസ് ആക്ഷനിൽ കുറഞ്ഞതൊരു 25 വീഡിയോസ് എങ്കിലും ഈ ഒരു സീരീസിൽ ഉണ്ടാവും. ഇതിൽ ഫുള്ള് പ്രൈസ് ആക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാം, ക്യാൻഡിൽസ് മാത്രം ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഒരു ട്രേഡിംഗ് സെറ്റപ്പ് നമ്മളിതിൽ ഉണ്ടാക്കി എടുക്കുക. വേറെ ഇൻഡിക്കേറ്റേഴ്സോ മറ്റൊന്നും തന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമുക്ക് അറിയാം, ഏതൊരു മാർക്കറ്റിന്റെയും ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രൈസ് ആക്ഷൻ ആണ്. അത് കഴിഞ്ഞിട്ടേ ഇൻഡിക്കേറ്റേഴ്സ് ഉള്ളൂ. കാരണം ആദ്യം നമുക്ക് ഫോം ചെയ്യുന്നത് ഒരു ക്യാൻഡിലാണ്. ആ ക്യാൻഡിൽ കഴിഞ്ഞിട്ടായിരിക്കും, ആ ക്യാൻഡിലിന്റെ ബാക്കിൽ നിന്നായിരിക്കും ഓരോ ഇൻഡിക്കേറ്റേഴ്സും വർക്കാവുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്താണോ സഞ്ചരിക്കുന്നത് അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ റീഡ് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിന്റെ മൂവ്മെന്റ്സ് നേരത്തെ ഇൻഡിക്കേറ്റേഴ്സിന് മുമ്പ് തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പം കൃത്യമായിട്ട് ക്യാൻഡിൽ സ്റ്റിക്ക് റീഡ് ചെയ്യാൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്വന്തമായിട്ട് ചാർട്ട് അനലൈസ് ചെയ്ത്, മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് സ്വന്തമായിട്ട് ചാർട്ട് അനലൈസ് ചെയ്ത് നമുക്ക് തന്നെ മാർക്കറ്റിന്റെ മൂവ്മെന്റ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം അല്ലെങ്കിലും നമുക്കൊരു 70% എങ്കിലും നമുക്ക് മാർക്കറ്റിന്റെ മൂവ്മെന്റ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. സ്വന്തമായിട്ട് പഠിച്ച് ചെയ്യുന്ന ഒരാൾക്ക് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം സ്റ്റോക്ക് മാർക്കറ്റിൽ സ്വന്തമായിട്ട് പഠിച്ച് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ സീരീസ് ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ വീഡിയോസും കാണണം. ഇപ്പം ഏതെങ്കിലും ഒരു 2 വീഡിയോ, ഇടയ്ക്കുള്ള ഒരു 2 വീഡിയോ കണ്ട് ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം പോയിട്ട് ചാർട്ടിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം അത് ഫെയിലായി പോകും. കാരണം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഓരോ വീഡിയോയിലും പഠിപ്പിക്കുന്നത്. ഇപ്പം ചിലപ്പം ആദ്യത്തെ ചില വീഡിയോസ് ഒക്കെ എന്ന് പറയുന്നത് ചിലപ്പം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഭയങ്കര ബോറായിട്ട് തോന്നും. കാരണം നമ്മൾ ക്യാൻഡിലിന്റെ ഫോമിങ് തൊട്ട്, ഒരു ക്യാൻഡിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് തൊട്ടാണ് പഠിപ്പിച്ചു തുടങ്ങുന്നത്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് ഈ ഒരു സീരീസ് ആദ്യം മുതൽ കാണുമ്പോഴത്തേക്കും അവർക്ക് ബേസിക് തൊട്ട് പറഞ്ഞു കൊടുക്കണം. ഒരു ക്യാൻഡിൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ക്യാൻഡിൽ എന്തൊക്കെയാണ് ഉള്ളത്, ഒരു റെഡ് ക്യാൻഡിലും ഒരു ഗ്രീൻ ക്യാൻഡിലും എങ്ങനെയാണ് ഫോം, ആദ്യം മുതലേ പഠിപ്പിച്ച് തുടങ്ങുന്നുണ്ട്. ക്യാൻഡിൽ മുതൽ തന്നെ പഠിപ്പിച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ തുടക്കക്കാർക്ക് ചിലപ്പം അത് പുതിയ അറിവുകളായിരിക്കും. പക്ഷേ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് ചിലപ്പം ആദ്യത്തെ 1-2 വീഡിയോസ് കാണുമ്പോൾ ചിലപ്പം ബോറടിച്ചെന്നിരിക്കും. കുഴപ്പമില്ല, നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ പക്ഷേ എന്നാലും ആദ്യം തൊട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ, കാരണം നമ്മളിതിൽ പിന്നീട് വരുന്ന ക്യാൻഡിലുകളെ കുറിച്ച് ചില സ്പെഷ്യൽ ക്യാൻഡിലുകളൊക്കെ ഉണ്ട്. അപ്പം അത്തരം ക്യാൻഡിലുകളെ കുറിച്ച് നമ്മൾ ആദ്യത്തെ വീഡിയോ തൊട്ട് തന്നെ പഠിപ്പിച്ചു തുടങ്ങും. അപ്പോൾ ഈ ഒരു വീഡിയോ സീരീസ് തുടക്കക്കാർക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ പ്രൈസ് ആക്ഷൻ ട്രെയിനിങ്ങിന്റെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പഠിക്കുന്നത്. ആദ്യത്തേത് OHLC ക്യാൻഡിൽ, രണ്ടാമത്തത് ക്യാൻഡിൽ റേഞ്ച്, മൂന്നാമത്തത് ക്യാൻഡിൽ ബോഡി ഫോർമേഷൻ, നാലാമത്തത് ക്യാൻഡിൽ വിക്ക് ഫോർമേഷൻ. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് രാവിലെ 9:15 നമുക്ക് ഓപ്പൺ ചെയ്യുന്നത്. 3:30 നമുക്ക് ക്ലോസിംഗ് വരും. ആ ഒരു ടൈം പീരീഡിൽ ഒരു സ്റ്റോക്കിന്റെ പ്രൈസിന്റെ മൂവ്മെന്റ് ഉണ്ടാകുന്നതിന്റെ ഒരു ഗ്രാഫിക്കാണ് നമ്മൾ ഇന്ന് കാണുന്ന ക്യാൻഡിൽ സ്റ്റിക്ക്. അതിന് നമ്മൾ ജാപ്പനീസ് ക്യാൻഡിൽ സ്റ്റിക്ക് എന്നാണ് നമ്മൾ ഇന്ന് യൂഷ്വലി നമ്മളിപ്പം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സാധാരണയായിട്ടുള്ള ഒരു ക്യാൻഡിൽ. ആ ക്യാൻഡിൽ എന്ന് പറയുന്നത് ജാപ്പനീസ് ക്യാൻഡിൽസ് ആണ്. അപ്പോൾ നമുക്ക് ഒരു ക്യാൻഡിൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് രാവിലെ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് മൂവ്മെന്റ് ഉണ്ടാകുന്നതെന്ന് പറയുന്നത്
ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ആ ഒരു ദിവസം മൊത്തത്തിൽ മുകളിലോട്ടും താഴോട്ടും ഒക്കെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് 3:30 നമുക്ക് ആ സ്റ്റോക്ക് ക്ലോസിങ് വരുന്നത്. ഇങ്ങനെയായിരിക്കും നമുക്കൊരു സ്റ്റോക്ക് ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങിയിട്ട് മാർക്കറ്റ് താഴോട്ട് വന്നു, മുകളിലോട്ട് വന്നു, പിന്നെ വീണ്ടും താഴോട്ട് വന്നു, സ്വിങ് ആയിട്ട് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ഇതിനൊരു 4 ഭാഗമുണ്ടാവും. ഈ ഒരു മാർക്കറ്റിന്റെ മൂവ്മെന്റിന് 4 ഭാഗമുണ്ടാവും. അതാണ് ഈ OHLC എന്ന് പറയുന്നത്, ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ്. അതാണ് OHLC ക്യാൻഡിൽ എന്ന് പറയുന്നത്. അതായത് OHLC ക്യാൻഡിലിന് ഒരു ഓപ്പണിംഗ് ഉണ്ടാകും, പിന്നെ ഒരു ഹൈ ഉണ്ടാകും, ഒരു ലോ ഉണ്ടാകും, പിന്നെ ഒരു ക്ലോസ് ഉണ്ടാകും. ഈ ഓപ്പൺ എന്ന് പറയുന്നത് ആ ഒരു പ്രൈസ് രാവിലെ ഓപ്പൺ ചെയ്യുന്ന 9:15 ഓപ്പൺ ചെയ്യുന്ന ആ ഒരു പ്രൈസ് ആണ് ഓപ്പൺ പ്രൈസ്. പിന്നെ അന്നത്തെ ദിവസം മൊത്തത്തിൽ മാർക്കറ്റ് സഞ്ചരിച്ചിട്ട് ആ സഞ്ചാരത്തിന്റെ ഹൈയും ലോയും പിന്നെ 3:30 നമുക്കുണ്ടാകുന്ന ക്ലോസിംഗ്, അതാണ് നമുക്ക് ഈ ഒരു ഗ്രാഫിൽ നമുക്ക് കിട്ടുന്നത്. അതായത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മാർക്കറ്റ് നമുക്ക് രാവിലെ 9:15 ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തു. പിന്നെ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഞ്ചരിച്ചു. ഇവിടെ വന്നിട്ടൊരു ലോ ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു പോയിന്റ് ലോ ക്രിയേറ്റ് ചെയ്തു. അതായത് ഇവിടെ നിന്ന് നമുക്കൊരു ഓപ്പണിംഗ് കിട്ടി. മാർക്കറ്റ് നേരെ താഴെ വന്നു, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. പിന്നെ വന്നിരിക്കുന്നത് ഇവിടെ ഒരു ഹൈ ആണ്, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. പിന്നെ 3:30 മാർക്കറ്റ് ഇവിടെ ക്ലോസിംഗ് വന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതിന്റെ പ്രധാനപ്പെട്ട 4 പോയിന്റുകൾ. രാവിലെ 9:15 ഇവിടെ ഓപ്പൺ ചെയ്യുന്നു, പിന്നെ ഒരു ലോ വന്നു, പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോയി, ആ ഒരു പ്രൈസ്, ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലോട്ട് പോയി, ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, പിന്നെ താഴോട്ട് വന്നിട്ട് ഇവിടെ ക്ലോസിംഗ് വന്നു. ഇതിനെയാണ് ഒരു ഗ്രാഫിക്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ക്യാൻഡിൽ ആവുന്നത്. ഇതിനെയാണ് നമ്മൾ ജാപ്പനീസ് ക്യാൻഡിൽ. നമ്മൾ ഇന്നിപ്പം എല്ലാ ചാർട്ടിലും നമ്മൾ കോമൺ ആയിട്ട് മെയിനായിട്ട് നമ്മൾ റീഡിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് ജാപ്പനീസ് ക്യാൻഡിലാണ്, ക്യാൻഡിൽ സ്റ്റിക്ക് ആണ്. അപ്പം ഇങ്ങനെയായിരിക്കും നമുക്ക് ഒരു ഗ്രാഫിക്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഇതിപ്പം 1 മിനിറ്റിന്റെ ക്യാൻഡിൽ ആയിരുന്നാലും ശരി, 5 മിനിറ്റ് ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ ആയിരുന്നാലും ശരി, ഒരു ദിവസത്തെ ക്യാൻഡിൽ ആയിരുന്നാലും ശരി, നമുക്ക് ആ ഒരു ദിവസം മൊത്തത്തിലാണെങ്കിൽ സഞ്ചരിക്കുന്ന ആ ഒരു ഓപ്പണും ലോയും ഹൈയും ക്ലോസും കൂടെ ചേരുന്ന ഒരു ക്യാൻഡിൽ ഇങ്ങനെ കിട്ടും. ഇതിപ്പം 1 മിനിറ്റിന്റെ ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു മിനിറ്റിൽ മാർക്കറ്റ് എങ്ങോട്ടൊക്കെയാണോ സഞ്ചരിച്ചിരിക്കുന്നത് ആ ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് ആ ഒരു മിനിറ്റിന്റെ ഹൈയും ലോയും ഓപ്പണിങ്ങും ക്ലോസും വന്നിട്ടുള്ള ഒരു ക്യാൻഡിലാണ് നമുക്ക് ഇങ്ങനെ കിട്ടുക. അപ്പൊ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഇവിടെയാണ്. ഒരു സ്റ്റോക്ക് ഓപ്പൺ ചെയ്തതിന്റെ മുകളിലാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. അതായത് മാർക്കറ്റ് സ്റ്റോക്ക് ഓപ്പൺ ചെയ്തു, താഴോട്ട് പോയി, പിന്നെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ഓപ്പണിങ്ങിന് മുകളിൽ ഒരു ക്ലോസിംഗ് വന്നിരിക്കുകയാണ്. നമ്മൾ ചാർട്ടുകൾ നോക്കുമ്പോൾ അറിയാം, നമുക്ക് ചാർട്ടിനകത്ത് പല വിധത്തിലുള്ള ക്യാൻഡിൽസ് ഉണ്ടാവും. ഇതിൽ മെയിനായിട്ട് വരുന്ന 2 കളർ ക്യാൻഡിലുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, റെഡ് ക്യാൻഡിലും ഗ്രീൻ ക്യാൻഡിലും. ആ റെഡ് ക്യാൻഡിലും ഗ്രീൻ ക്യാൻഡിലും എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഓപ്പണിംഗ് പ്രൈസിനേക്കാളും മുകളിലാണ് ക്ലോസിംഗ് പ്രൈസ് വരുന്നതെങ്കിൽ ആ ഒരു ക്യാൻഡിലിന്റെ കളറ് ഗ്രീൻ കളർ ആയിരിക്കും. അതായത് മാർക്കറ്റ് ആ ഒരു സ്റ്റോക്ക് ഓപ്പൺ ചെയ്തിട്ട് പ്രോഫിറ്റിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മുകളിൽ ക്ലോസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ക്യാൻഡിലിന്റെ കളറ് നമുക്ക് ഗ്രീൻ കളർ ആയിരിക്കും. നമുക്ക് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നതായിരിക്കും റെഡ് കളർ ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഒരു സ്റ്റോക്ക് ഓപ്പൺ ചെയ്ത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ആ ഒരു ദിവസം മൊത്തം ആ സ്റ്റോക്ക് സഞ്ചരിക്കുകയാണ്. ഓപ്പൺ ചെയ്തിട്ട് ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, പിന്നെ നമുക്ക് 3:30 ഒരു ക്ലോസിംഗ് വരും. ഇവിടെ ഓപ്പൺ ചെയ്തു, രാവിലെ 9:15 ഒരു സ്റ്റോക്ക് ഓപ്പൺ ചെയ്തു, പിന്നെ താഴോട്ട് മുകളിലും പോയിട്ട് മുകളിലൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു, പിന്നെ വീണ്ടും മാർക്കറ്റ് ഫ്ലക്ച്വേഷനായി താഴെ വന്നു, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് 3:30 ക്ലോസിംഗ് വന്നു. നമ്മൾ നേരത്തെ കണ്ട ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഓപ്പൺ പ്രൈസിനേക്കാളും മുകളിലായിരുന്നു ക്ലോസിംഗ് വന്നിരുന്നത്. പക്ഷേ നമ്മൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ പ്രൈസിനേക്കാളും താഴെയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്.
അതായത് അന്ന് ആ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഓപ്പൺ പ്രൈസിനേക്കാളും താഴെയാണ്. അപ്പം ആ ഒരു സ്റ്റോക്ക് അന്നത്തെ ദിവസം നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ചാർട്ട് എന്ന് പറയുന്ന കാൻഡിൽ എന്ന് പറയുന്നത് പോസിറ്റീവ് ക്ലോസ് ആയിരുന്നു. ആ ഒരു സ്റ്റോക്ക് അന്ന് പ്രോഫിറ്റിലാണ് ക്ലോസ് ചെയ്തത്. അതുകൊണ്ടാണ് അതിനൊരു ഗ്രീൻ കളർ കാൻഡിൽ വന്നത്. പക്ഷെ ഈ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഓപ്പൺ പ്രൈസിനേക്കാളും താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കിന്റെ കളർ എന്ന് പറയുന്നത് റെഡ് കളർ ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? ഓപ്പൺ പ്രൈസിനേക്കാളും താഴെ ക്ലോസ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഇതൊരു റെഡ് കളർ കാൻഡിൽ ആയത്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. നമുക്കടുത്ത് ഒരു കാൻഡിലിന്റെ ബോഡിയും കാൻഡിലിന്റെ വിക്കും എങ്ങനെയാണ് ഉണ്ടാകുന്നത് നോക്കാം. നമ്മളെപ്പോഴും നോക്കുമ്പോഴത്തേക്കും കാൻഡിലുകൾക്ക് മുകളിലോട്ടും താഴോട്ടും ഒരു ചെറിയൊരു വര കാണും ഇല്ലേ? ചില കാൻഡിലുകൾ നമുക്ക് ഫുള്ള് റെഡ് കളർ അല്ലെങ്കിൽ ഫുള്ള് ഗ്രീൻ കളർ ആയിരിക്കും. ചില കാൻഡിൽസിൽ വന്നിട്ട് വിക്ക് ഉണ്ടാവും. അത് എങ്ങനെയാണ് ഒരു കാൻഡിൽ വിക്കോടുകൂടി ഫോർമേഷൻ നടക്കുന്നത് നമുക്ക് നോക്കാം. നമുക്കൊരു സ്റ്റോക്ക് രാവിലെ ഓപ്പൺ ചെയ്യുന്നു, ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു സ്റ്റോക്ക് മുകളിലോട്ട് പോയി അവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് താഴെ വന്ന് ക്ലോസ് ചെയ്യാണ് ഇല്ലേ? ഒരു സ്റ്റോക്കിന്റെ, നമ്മൾ നേരത്തെ പഠിച്ച ഒരു സ്റ്റോക്കിന് പ്രധാനമായിട്ടും 4 ഭാഗങ്ങളുണ്ട്. ഒരു ഓപ്പൺ, ഒരു ക്ലോസിങ്, ഒരു ഹൈയും ഒരു ലോയും. അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നമുക്കിവിടെ ഒരു ഓപ്പൺ വന്നു, ഓപ്പൺ വന്നിട്ട് താഴെ പോയി, പിന്നെ വീണ്ടും മുകളിലോട്ട് പോയിട്ട് ക്ലോസിങ് വന്നു. നമ്മൾ ആദ്യത്തെ കാൻഡിൽ നമ്മൾ പഠിച്ചപ്പോഴത്തേക്കും ഓപ്പൺ പ്രൈസിനേക്കാളും മുകളിൽ ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ അതൊരു ഗ്രീൻ കളർ കാൻഡിൽ ആയിരിക്കും. കാരണം ആ സ്റ്റോക്ക് വന്നിട്ട് പ്രോഫിറ്റിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇല്ലേ? അപ്പം ഈ ക്ലോസിനും ഓപ്പണിങ്ങിനും ഇടയ്ക്ക് വരുന്ന ഒരു ഭാഗമാണ് നമുക്ക് കാൻഡിലിന്റെ മെയിൻ ബോഡി ആയിട്ട് നമുക്ക് കാണുന്നത്. അതായത് ഹൈയും ലോയും കളയുക, ഓപ്പണിങ്ങും ക്ലോസിങ്ങും. ഈ ക്ലോസിങ്ങിന്റെ നേരെ വരുന്നതായിരിക്കും ആ ബോഡിയുടെ ഹൈയും, ഓപ്പണിങ്ങിന്റെ നേരെ വരുന്നതായിരിക്കും ആ ഒരു സ്റ്റോക്കിന്റെ ആ ഒരു കാൻഡിലിന്റെ ലോയും വരുന്നത്. ബാക്കി ഭാഗമായിരിക്കും ഈ ക്ലോസ് മുതൽ ഹൈ വരെയുള്ളതും ഓപ്പൺ മുതൽ താഴോട്ട് ലോ വരെയുള്ളതുമായിരിക്കും അതിന്റെ വിക്ക് എന്ന് പറയുന്നത്. അതായത് അന്നത്തെ ദിവസം ആ ഒരു സ്റ്റോക്ക് സഞ്ചരിക്കുന്നത് ഈ ഒരു ഫുൾ ഏരിയയിലാണ് സഞ്ചരിച്ചിരിക്കുന്നത് ഇല്ലേ? അതായത് ലോ മുതൽ ഹൈ വരെ അതിനിടയ്ക്കാണ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും വരുന്നത്. ഈ ഇത്രയും ഭാഗത്ത് മാർക്കറ്റ് സഞ്ചരിച്ചിട്ട് പക്ഷെ നമുക്കത് ഫൈനലി ഒരു കാൻഡിലായിട്ട് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയാണ്? ബോഡി വേറെ ആയിരിക്കും, അതിന്റെ വിക്ക് വേറെ ആയിരിക്കും. ഇത് നമുക്ക് ഓപ്പൺ തൊട്ട് ക്ലോസ് വരെ നമുക്ക് ഇവിടെ ഒരു ബോഡി കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ മുകളിൽ വരുന്നതായിരിക്കും വിക്ക്. ഈ ഒരു ലൈന്, അതായത് ക്ലോസിന് മുകളിൽ വരുന്ന, ക്ലോസ് തൊട്ട് ഹൈ വരെ വരുന്ന ഒരു വിക്ക് നമുക്ക് അവിടെ കിട്ടും ഇല്ലേ? അതായത് ഓപ്പണിങ്ങിനും ക്ലോസിങ്ങിനും ഇടയ്ക്കുള്ളത് ബോഡിയും, ക്ലോസ് തൊട്ട് മുകളിലോട്ട് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിക്ക് വരും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അപ്പർ വിക്ക്. അതിന്റെ താഴോട്ട് വരുന്ന ഒരു ഏരിയ ഉണ്ട്, ഓപ്പണിംഗ് തൊട്ട് താഴോട്ടൊരു ലോ വരയ്ക്കും. അതിനെ നമ്മൾ എന്ത് വിളിക്കും? ലോവർ വിക്ക് എന്ന് വിളിക്കും. അപ്പം ഒരു കാൻഡിലിന്റെ ബോഡി ഉണ്ടാകും, ആ കാൻഡിലിന് 2 വിക്ക് ഉണ്ടാകും. ചിലപ്പം ചില കാൻഡിലുകളിൽ ഒരു വിക്ക്, അത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും. അപ്പം നോർമലി ഇപ്പൊ നമ്മളൊരു കാൻഡിൽ നോക്കുമ്പോഴത്തേക്കും അതിന് 2 വിക്ക് ഉണ്ടാകും. മുകളിലുള്ള വിക്കിനെ നമ്മൾ അപ്പർ വിക്കെന്നും താഴത്തെ വിക്കിനെ നമ്മൾ ലോവർ വിക്കെന്നും പറയും. എന്തുകൊണ്ടാണ് ഈ വിക്ക് രൂപപ്പെട്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. കാരണം മാർക്കറ്റ് ആ സ്റ്റോക്ക് സഞ്ചരിച്ച ക്ലോസിങ്ങിന് മുകളിലോട്ടുള്ള ഏരിയയും ഓപ്പണിങ്ങിന് താഴോട്ടുള്ള ഏരിയയുമാണ് നമുക്ക് വിക്കായിട്ട് വരുന്നത്. ഓപ്പൺ തൊട്ട് ക്ലോസ് വരെയുള്ള ഏരിയ നമുക്ക് ബോഡി ആയിട്ട് കിട്ടും. ഈ ഒരു ഏരിയ ശ്രദ്ധിക്കുക. അതായത് ഈ വിക്ക് വരുന്ന ഭാഗത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇല്ലേ? മാർക്കറ്റ് മുകളിലോട്ട് പോയപ്പോഴത്തേക്കും മാർക്കറ്റിനെ മുകളിൽ നിന്ന് താഴോട്ട് തള്ളിവിട്ടത് ആരാണെന്ന് നോക്കണം. അതുപോലെ തന്നെ താഴെ നിന്ന് മാർക്കറ്റിനെ മുകളിലോട്ട് തള്ളിവിട്ടത് ആരാ? ഈ വിക്കിന്റെ മീനിങ് എന്ന് പറയുന്നത് മാർക്കറ്റ് ആ ഒരു സ്റ്റോക്ക് മുകളിലോട്ട് കയറി പോവാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാകുന്നത് കൊണ്ടാണ് ആ ഒരു വിക്ക് താഴോട്ട്, ആ ഒരു സ്റ്റോക്ക് താഴോട്ട് വരുന്നത്
ഇല്ലേ? അതായത് ഈ ഒരു ഏരിയ, ഈ അപ്പർ വിക്കിൽ വരുന്നതെല്ലാം എന്ന് പറയുന്നത് സെല്ലേഴ്സ് ആണ്. അവർ ആ സ്റ്റോക്കിനെ മുകളിലോട്ട് വിടാണ്ട് അവര് താഴോട്ട് വിടും. അവിടെ ഒന്നുകിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കും. സ്റ്റോക്ക് മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ നിന്ന് ആ സ്റ്റോക്കിൽ സെല്ലേഴ്സ് അവിടെ കാത്തിരിപ്പുണ്ടാകും. അവര് പ്രതീക്ഷിക്കുന്ന റേഞ്ചിൽ ആ സ്റ്റോക്ക് കയറി വരുമ്പോഴത്തേക്കും അവിടെ വിറ്റ് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സെല്ലേഴ്സ് വെയിറ്റ് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു സ്റ്റോക്ക് മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ഒരു സെല്ലിംഗ് പ്രഷർ വരികയും മാർക്കറ്റിനെ, ആ സ്റ്റോക്കിനെ താഴോട്ട് തള്ളിവിടുകയും ചെയ്യുന്നത്. അപ്പം അവിടെ രൂപപ്പെടുന്ന ഒരു വിക്കാണ് അപ്പർ വിക്ക്. അപ്പം ഒരു ക്യാൻഡിൽ നിങ്ങൾ റീഡ് ചെയ്യുന്ന സമയത്ത് ആ ക്യാൻഡിലിന്റെ മുകൾ വശത്ത് ഒരു വിക്ക് ഉണ്ടെങ്കിൽ ആ വിക്കിനെയാണ്, ആ വിക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവിടെ സെല്ലേഴ്സ് കൂടുതലായിട്ട് കൊണ്ടുവന്നാണ്. അപ്പം ആ വിക്ക് എത്രത്തോളം ഹൈറ്റിൽ പോവോ അതിനർത്ഥം അത്രയും സ്ട്രോങ് ആയിട്ട് അവിടെ സെല്ലേഴ്സ് കൊണ്ടുവന്നാണ്. ഇനി താഴോട്ട് നോക്കാം, ലോവർ വിക്ക്. അതായത് ഒരു സ്റ്റോക്ക് ഓപ്പൺ ചെയ്ത് താഴോട്ട് പോയിട്ട് താഴേന്ന് ആ സ്റ്റോക്കിനെ മുകളിലോട്ട് തള്ളിവിടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ബയേഴ്സ് കാത്തിരിക്കുകയാണ്. ആ സ്റ്റോക്ക് അവർ പ്രതീക്ഷിക്കുന്ന ഒരു റേഞ്ചിൽ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ അവിടെ നിന്ന് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ചെറിയ പ്രൈസിന് അത് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബയേഴ്സ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവരവിടെ നിന്ന് ബൈ ചെയ്യുമ്പോഴാണ് ഈ സ്റ്റോക്ക് മുകളിലോട്ട് പോകുന്നത്. ഈ ഓപ്പൺ പ്രൈസിനേക്കാളും മുകളിലോട്ട് അവർ തള്ളിവിടുമ്പം അവിടെ അത്രയ്ക്കും ബയേഴ്സ് ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പം ഈ ലോവർ വിക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവിടെ ബയേഴ്സ് സ്ട്രോങ് ആയിട്ട് ഉണ്ട് എന്നാണ്. അപ്പം അവിടെ എത്രത്തോളം വലിയൊരു വിക്ക്, ലോവർ വിക്ക് വരുന്നോ അതിന്റെ അർത്ഥം അവിടെ അത്രയും സ്ട്രോങ് ആയിട്ട് ബയേഴ്സ് ഉണ്ട് എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ബോഡിയും ഇതിന്റെ വിക്ക് ഫോർമേഷനും എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സ്റ്റോക്കിന്റെ ഓപ്പണിങ്ങും ലോയും ക്ലോസും ഹൈയും അതിന്റെ ഒരു ഗ്രാഫിക്കൽ ഡിസൈനിങ്ങിൽ വരുമ്പോഴാണ് നമുക്കൊരു ബോഡിയും അതിന്റെ അപ്പർ വിക്കും ലോവർ വിക്കും വരുന്നത്. അപ്പം അപ്പർ വിക്കിൽ ആരൊക്കെയാണുള്ളത്? സെല്ലേഴ്സ് സ്ട്രോങ് ആണ്, ലോവർ വിക്കിൽ ബയേഴ്സ് സ്ട്രോങ് ആണ്. നമുക്ക് അടുത്തതിലോട്ട് പോകാം. നമ്മൾ നേരത്തെ കണ്ടത് ഒരു ഗ്രീൻ ക്യാൻഡിൽ ആണ്, നമ്മൾ അടുത്ത് കാണുന്നത് ഒരു റെഡ് ക്യാൻഡിൽ ആണ്. ഒരു സ്റ്റോക്ക് ഓപ്പൺ ചെയ്തു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, താഴെ വന്ന് ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, പിന്നെ മുകളിലോട്ട് പോയിട്ടൊരു ക്ലോസിങ് വരികയാണ് അല്ലേ? നമുക്ക് നേരത്തെ കണ്ട ഒരു ചാർട്ടിൽ നമുക്ക് ഓപ്പണിങ്ങിനേക്കാളും മുകളിലായിരുന്നു ക്ലോസ് വന്നത്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തത്. ഇതിൽ നേരെ ഓപ്പോസിറ്റ് ആണ്, ഓപ്പൺ പ്രൈസിനേക്കാളും താഴെയാണ് ആ സ്റ്റോക്ക് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഓപ്പണിങ്ങിനും ക്ലോസിങ്ങിനും ഇടയ്ക്ക് ആ ഒരു സ്റ്റോക്ക് ലോസിൽ ക്ലോസ് ചെയ്ത്, നഷ്ടത്തിൽ ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ അതിന്റെ കളറ് റെഡ് കളർ ആയിരിക്കും. അതിന്റെ മുകളിൽ വരുന്നത് ഓപ്പൺ മുതൽ ഹൈ വരെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു, താഴെ വരുന്നത് ഒരു ബൈയിങ് പ്രഷറാണ്. അപ്പൊ നമുക്ക് അന്ന് ആ ഒരു ദിവസം ആ ഒരു സ്റ്റോക്ക് സഞ്ചരിക്കുന്ന ഫുൾ ബോഡിയാണ് ഇതെന്ന് പറയുന്നത്. അതായത് ഇത്രയും ദൂരം ആ ഒരു ദിവസം മൊത്തത്തിൽ ആ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് സഞ്ചരിച്ചിരുന്നു. നമുക്ക് ഓപ്പണിംഗ് മുതൽ ക്ലോസ് വരെ ഉള്ളത് റെഡ് കളർ ബോഡി കിട്ടി. പിന്നെ അതിന്റെ മുകളിൽ വരുന്നത് ഈ ഓപ്പണിംഗ് മുതൽ ഹൈ വരയ്ക്കും അപ്പർ വിക്ക് വന്നു, താഴോട്ട് വരുന്നത് ലോവർ വിക്ക്. നേരത്തെ പഠിപ്പിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, ഗ്രീൻ കളർ ക്യാൻഡിലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് ഈ ഒരു റെഡ് കളർ ക്യാൻഡിൽ വരുന്നത്. ഈ സ്റ്റോക്ക് ലോസിൽ ക്ലോസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് റെഡ് കളർ ക്യാൻഡിൽ വന്നത്. നമുക്ക് ഈ അപ്പർ വിക്കിൽ ഉണ്ടായിരുന്നത് സെല്ലേഴ്സ് ആണ്. ഈ സ്റ്റോക്ക് മുകളിലോട്ട് കയറി പോയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു, താഴോട്ട് വന്നപ്പോഴത്തേക്കും ഒരു ബൈയിങ് പ്രഷർ ഉണ്ടായിരുന്നു. അതിനാണ് നമ്മൾ ലോവർ വിക്ക് എന്ന് പറയുന്നത്. നമുക്കടുത്ത് ബുള്ളിഷ് ക്യാൻഡിൽ എങ്ങനെയാണ് ഫോർമാറ്റ് ചെയ്യുന്നത് നോക്കാം. നമുക്കൊരു സ്റ്റോക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്പൺ ചെയ്തു, നമുക്ക് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തു, പിന്നെ നമുക്കൊരു ലോ ക്രിയേറ്റ് ചെയ്തു, പിന്നെ നമുക്ക് അവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഒരു ക്ലോസിങ് വന്നു. നമ്മൾ ആദ്യം പഠിച്ചതാണ്, ഒരു ഗ്രീൻ കളർ ക്യാൻഡിൽ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ പ്രൈസിനേക്കാളും മുകളിൽ ഒരു ക്ലോസിംഗ് പ്രൈസ് വരണം. ഓപ്പൺ പ്രൈസിനേക്കാളും മുകളിൽ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്?
ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നത് ഇല്ലേ. അതായത് ഓപ്പൺ മുതൽ ക്ലോസ് വരെയുള്ള ബോഡി എന്ന് പറയുന്നത് ഗ്രീൻ കളർ ആയിരിക്കും. അപ്പോൾ ഒരു ഗ്രീൻ കളർ ബോഡി ഉള്ള ഒരു ക്യാൻഡിലാണ് ഒരു സ്റ്റോക്കിൽ ഒരു ദിവസം ഫോം ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്താണ് വിളിക്കുക? ബുള്ളിഷ് ക്യാൻഡിൽ. ഗ്രീൻ കളർ ക്യാൻഡിൽ ആണെങ്കിൽ അതൊരു ബുള്ളിഷ് ക്യാൻഡിൽ ആയിരിക്കും. അതിന്റെ മുകളിൽ വരുന്നത് അപ്പർ വിക്കും താഴെ വരുന്നത് ലോവർ വിക്കും. നമുക്ക് അടുത്തൊരു ബെയറിഷ് ക്യാൻഡിൽ. ഒരു സ്റ്റോക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, പിന്നെ നമുക്ക് അവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, പിന്നെ നമുക്ക് അവിടെ ഒരു ക്ലോസിങ് വന്നു. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഓപ്പൺ പ്രൈസിനേക്കാളും താഴെയാണ് ആ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം അവിടെ നമുക്ക് ഓപ്പൺ പ്രൈസിനേക്കാളും താഴെയാണ് ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആ ഒരു സ്റ്റോക്ക് അന്നേ ദിവസം നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന റെഡ് ക്യാൻഡിലിനെയാണ് നമ്മൾ ബെയറിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. മുകളിൽ വരുന്നത് നമുക്ക് അപ്പർ വിക്കും താഴെ വരുന്നത് ലോവർ വിക്കുമാണ്. അപ്പൊ നമുക്ക് ഒരു റെഡ് കളർ ക്യാൻഡിൽ എന്താണെന്നും ഒരു ഗ്രീൻ കളർ ക്യാൻഡിൽ എന്താണെന്നും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അതായത് ഒരു സ്റ്റോക്ക് വൈകുന്നേരം 3:30 ക്ലോസ് ചെയ്തതിന് ശേഷം അതിന്റെ ക്യാൻഡിലിന്റെ കളർ ഗ്രീൻ കളർ ആണെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് ബുള്ളിഷ് ആണ്. നേരെ മറിച്ച് അതൊരു റെഡ് കളറിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സ്റ്റോക്ക് അന്നേ ദിവസം ബെയറിഷിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കടുത്തൊരു നേരത്തെ പറഞ്ഞു നമുക്ക് ഒരു ക്യാൻഡിൽ എടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ആ ഒരു ക്യാൻഡിലിന് ഫുൾ ബോഡി ആയിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ അതിൽ വിക്ക് ഉണ്ടാകും, ചിലപ്പോൾ വിക്കില്ലാണ്ട് ഒരു സൈഡേ വിക്ക് കാണത്തുള്ളൂ, ചിലപ്പോൾ രണ്ട് സൈഡിലും വിക്ക് കാണും. അപ്പം അത്തരം ക്യാൻഡിലുകൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത് നോക്കാം. നമുക്ക് അടുത്ത് പഠിക്കാൻ പോകുന്നത് ഫുൾ ബോഡി ബുള്ളിഷ് ക്യാൻഡിൽ ഫോർമേഷൻ ആണ്. ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഓപ്പണിങ്ങും ലോയും, അതായത് ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് ഓപ്പൺ ചെയ്തതിന് ശേഷം പിന്നെ ആ സ്റ്റോക്ക് താഴോട്ട് പോയി, ആ സ്റ്റോക്കിന്റെ വില താഴോട്ട് പോയിട്ടില്ല, പിന്നെ ആ സ്റ്റോക്ക് അന്നത്തെ ദിവസം മൊത്തം സഞ്ചരിച്ചിരിക്കുന്നത് മുകളിലോട്ടാണ് അല്ലേ. നമ്മൾ നേരത്തെ പഠിച്ച ക്യാൻഡിലുകളെല്ലാം ഒരു സ്റ്റോക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം സ്റ്റോക്കിന്റെ താഴെ പോയി ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ താഴെയാണ് നമുക്ക് ഒരു ക്ലോസിങ് വന്നിട്ടുള്ളത്. പക്ഷെ ഈ ഒരു സ്റ്റോക്കിന്റെ അന്നത്തെ ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്ത പ്രൈസ് തന്നെയാണ് ആ സ്റ്റോക്കിന്റെ അന്നത്തെ ലോ പ്രൈസും. അതായത് സെയിം വാല്യൂ ആണ് ഓപ്പൺ പ്രൈസും ലോ പ്രൈസും എന്ന് പറയുന്നത്. അതിന്റെ ക്ലോസിങ് വന്നിരിക്കുന്നത് ഏറ്റവും ഹൈയിലാണ്, അതിന് മുകളിലോട്ട് അതിന് താഴോട്ടല്ല ക്ലോസിങ് വന്നിരിക്കുന്നത്. ആ സ്റ്റോക്കിന്റെ ഏറ്റവും ടോപ്പിൽ വെച്ച് തന്നെയാണ് ക്ലോസിങ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു ക്യാൻഡിലിന് വിക്ക് ഉണ്ടാകത്തില്ല, അത് ഫുൾ ബോഡി ആയിരിക്കും. കാരണം എന്താണ്? ഓപ്പൺ ചെയ്ത പ്രൈസിൽ തന്നെയാണ് ലോ വന്നിരിക്കുന്നതും ക്ലോസ് ചെയ്തിരിക്കുന്ന പ്രൈസ് തന്നെയാണ് ഹൈ വന്നിരിക്കുന്നത്. അപ്പം അവിടെ എന്ന് പറയുന്നത് വിക്കില്ലാതെ ഒരു ഫുൾ ബോഡി ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ആ ക്യാൻഡിലിന്റെ കളറ് ഗ്രീൻ കളർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ ഫുൾ ബോഡി ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് നമുക്ക് വിളിക്കാം. ഇതിന് ഒരിക്കലും വിക്കില്ലാത്തത് കൊണ്ട് തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു 90% നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിലായിരിക്കും. ഇത്തരത്തിലുള്ള ക്യാൻഡിലുകൾ വന്നു കഴിഞ്ഞാൽ ആ മാർക്കറ്റ് വളരെയധികം സ്ട്രോങ് ആയിട്ട് ബുള്ളിഷ് മോഡിലാണ്. ആ ഒരു സ്റ്റോക്ക് വീണ്ടും മുകളിലോട്ട് പോകുവാൻ സാധ്യത ഉണ്ട് എന്നാണ് നമുക്ക് ഈ ഒരു ക്യാൻഡിലിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്കടുത്തൊരു ഫുൾ ബോഡി ബെയറിഷ് ക്യാൻഡിൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നോക്കാം. നമ്മളിതിൻ്റെ ബെയറിഷിന്റെ നേരത്തെയും ചെയ്തു വെച്ചിരുന്നതാണ്, അതിൻ്റെ സ്പെല്ലിങ് മാറിപ്പോയിട്ടുണ്ട്. അപ്പം അതൊന്നും കാര്യമാക്കണ്ട. ബെയറിഷ് ക്യാൻഡിലാണ്, യു എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഞാനത് ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്.
അപ്പം ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് ഓപ്പൺ ചെയ്തതിന് ശേഷം അത് തന്നെയാണ് അന്നത്തെ ആ സ്റ്റോക്കിന്റെ ഹൈ എന്ന് പറയുന്നത്. അതിന് മുകളിലോട്ട് ആ സ്റ്റോക്കിന്റെ വാല്യൂ പോയിട്ടില്ല. ഓപ്പൺ ചെയ്ത ഹൈ തന്നെയായിരുന്നു. സ്റ്റോക്ക് അവിടെ നിന്ന് തുടങ്ങിയിട്ട് താഴോട്ട് വന്നു. പിന്നെ അന്നത്തെ ദിവസം ലോയിലാണ് ആ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിലിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അതിന്റെ ഓപ്പൺ പ്രൈസും ഹൈ പ്രൈസും സെയിം ആണ്, ക്ലോസിംഗ് പ്രൈസും ലോ പ്രൈസും സെയിം ആണ്. അപ്പം അവിടെ എന്താണ് സംഭവിക്കുക? അവിടെ ഒരു റെഡ് കളർ ക്യാൻഡില് അവിടെ രൂപപ്പെട്ടു വരും. അപ്പം ഈ ഒരു സ്റ്റോക്ക് ഒരു ദിവസം ഒരു സ്റ്റോക്ക് രാവിലെ ഓപ്പൺ ചെയ്തതിന് ശേഷം 9:15 ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ഒരു ക്യാൻഡില് ഒരു ലോ പ്രൈസിൽ ക്ലോസ് ചെയ്ത് ഒരു ഫുൾ ബോഡി ഒരു റെഡ് കളർ ക്യാൻഡിലാണ് നമുക്കവിടെ രൂപപ്പെടുന്നതെങ്കിൽ അതെന്ന് പറയുന്നത് ആ ഒരു സ്ട്രോങ് ആയിട്ട് ആ ഒരു സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ ഉണ്ട്. അത് വരും ദിവസങ്ങളിൽ ആ ഒരു സ്റ്റോക്ക് താഴോട്ട് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം താഴെ ചെറിയൊരു വിക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ബൈയിങ് പ്രഷർ വന്നിട്ടുണ്ടെന്ന് പറയാം. പക്ഷെ ബൈയിങ് ഒരു സമയത്ത് പോലും അന്നേ ദിവസം ആ ഒരു സ്റ്റോക്കിൽ ബൈയിങ് പ്രഷർ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ആ ഒരു സ്റ്റോക്കിൽ ഫുൾ ബോഡി ഒരു റെഡ് കളർ ക്യാൻഡില് രൂപപ്പെട്ടിരിക്കുന്നത്. നമുക്കിനി അടുത്ത് വിത്തൗട്ട് ബോഡി ക്യാൻഡിൽ ഫോർമേഷൻ. നമ്മൾ ചില ചാർട്ടുകളൊക്കെ നോക്കുമ്പോഴത്തേക്കും ഈ ക്രോസ് മോഡലുള്ള ചെറിയ ലൈനുകൾ മാത്രമുള്ള ക്യാൻഡിൽസ് കണ്ടിട്ടുണ്ട്. അതിൽ കളർ കാണില്ല. ചില സമയത്ത് വെറും ബ്ലാക്ക് കളറിൽ ഒരു നമ്മുടെ ഒരു പ്ലസ് മോഡലിലുള്ള ക്യാൻഡിൽസ് കാണും, ബോഡി ഇല്ലാത്ത ക്യാൻഡിൽസ് ഉണ്ടാകും. അത്തരം ക്യാൻഡിലുകൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത് നോക്കാം. ഒരു സ്റ്റോക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഒരു ഓപ്പൺ ചെയ്തു, രാവിലെ 9:15 ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തു, താഴോട്ട് വന്നു, താഴെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു അല്ലേ. ഇവിടെ നിന്നൊരു ലോ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് മാർക്കറ്റ് ആ സ്റ്റോക്ക് ഒരു ബൈയിങ് പ്രഷർ വന്നിട്ട് മുകളിലോട്ട് പോവാണ്. മുകളിലോട്ട് പോയിട്ട് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ നിന്നൊരു രാവിലെ 9:15 സ്റ്റോക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെ പോയി ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ മുകളിലോട്ട് ബയേഴ്സ് ആ മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോയി ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെ നിന്ന് വീണ്ടും സെല്ലേഴ്സ് മാർക്കറ്റിനെ ആ ഒരു സ്റ്റോക്കിനെ താഴോട്ട് കൊണ്ടുവരുന്നു. അതായത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇതിന്റെ ഓപ്പൺ പ്രൈസും ക്ലോസിംഗ് പ്രൈസും സെയിം ആണ്. ഓപ്പൺ പ്രൈസും ക്ലോസിംഗ് പ്രൈസും സെയിം ആണ്. ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം പഠിച്ച എന്താണ്? ഓപ്പൺ പ്രൈസിനും ക്ലോസിംഗ് പ്രൈസിനും ഇടയ്ക്ക് വരുന്ന ഭാഗമാണ് നമുക്ക് എന്തായിട്ട് കിട്ടുക? ബോഡി ആയിട്ട് കിട്ടുക. അപ്പോൾ ക്ലോസിംഗ് പ്രൈസും ഓപ്പൺ പ്രൈസും സെയിം ആണെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെ ബോഡി ഉണ്ടാവില്ല. അവിടെ നമുക്ക് കിട്ടുന്നത് ഇത്തരത്തിലുള്ള ഒരു ക്യാൻഡിലായിരിക്കും അല്ലേ. ഓപ്പൺ പ്രൈസും സെയിം, ഓപ്പൺ പ്രൈസിന്റെ സെയിമിലാണ് ക്ലോസിംഗ് പ്രൈസ് വരുന്നത്. അപ്പം അവിടെ ബോഡി ഇല്ലാണ്ട് ചെറിയൊരു ലൈൻ മാത്രം കാണും. ഇത്തരം ക്യാൻഡിലുകൾ നിങ്ങൾ ചാർട്ടിൽ കണ്ടിട്ടുണ്ടാകും. മുകളിലോട്ട് വരുന്നത് മുകളിലോട്ട് വരുന്ന ഭാഗം നമുക്ക് അവിടെ ഒരു അപ്പർ വിക്ക് ഉണ്ടായി, താഴോട്ട് വരുന്ന ഭാഗത്ത് ഒരു ലോവർ വിക്ക് ഉണ്ടായി. അതായത് ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് ആ ഒരു സ്റ്റോക്കിനെ സെല്ലേഴ്സും ബയേഴ്സും സ്ട്രോങ് ആയിട്ട് ആ ഒരു പ്രൈസ് ഓപ്പൺ പ്രൈസിൽ തന്നെ ഓപ്പണിങ്ങിന്റെ താഴെ ഈ ഒരു ഏരിയ ഫുള്ള് ബയേഴ്സ് ഉണ്ടായിരുന്നു, ഈ ഒരു ഭാഗത്ത് ഫുള്ള് സെല്ലേഴ്സ് ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും ആ ഒരു സ്റ്റോക്കിനെ മുകളിലോട്ടും വിട്ടിട്ടില്ല, താഴോട്ടും വിട്ടിട്ടില്ല. താഴെ വരുമ്പോഴൊക്കെ അവിടെ ബയേഴ്സ് ബൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മുകളിൽ വരുമ്പോഴൊക്കെ അവിടെ എല്ലാവരും സെല് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പം ഇതൊരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. നമ്മളൊരു ചാർട്ട് റീഡ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ക്യാൻഡിലുകൾ വന്നു കഴിഞ്ഞാൽ, ഒരു മുകളിലോട്ട് പോകുന്ന ഒരു സ്റ്റോക്ക് ആണെങ്കിൽ ഇത്തരത്തിലൊരു ക്യാൻഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അവിടെ സസ്റ്റെയിൻ ചെയ്യുകയാണ്. അടുത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് മാർക്കറ്റ് അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പം അടുത്ത ക്യാൻഡിലിന്റെ നെക്സ്റ്റ് ക്യാൻഡിലിന്റെ ഫോർമേഷൻ നോക്കിയിട്ട് നമ്മൾ ആ ഒരു സ്റ്റോക്കിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യാവൂ. നമുക്ക് അത്തരത്തിലുള്ള പല വിധത്തിലുള്ള ബോഡി, ചെറിയ ബോഡിയും സെന്ററിൽ വരുന്ന ബോഡി ഉണ്ടാവും, മുകളിൽ വരുന്ന ബോഡി ഉണ്ടാവും. അപ്പം അത്തരത്തിലുള്ള കുറെ ക്യാൻഡിൽസ്, വിത്തൗട്ട് ബോഡിയുള്ള അത്തരത്തിലുള്ള കുറെ ക്യാൻഡിൽസ് നമുക്ക് ചാർട്ടിൽ കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു സ്റ്റോക്ക് നോക്കാം. ഈ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് രാവിലെ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തു,
ഇവിടെ ഒരു ഓപ്പണിംഗ് വന്നു. അത് കഴിഞ്ഞിട്ട് താഴെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. സോറി, ബയേഴ്സ് ഈ സ്റ്റോക്കിനെ മുകളിലോട്ട് കൊണ്ടുപോയി ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ക്ലോസിംഗ് വന്നു ഇല്ലേ? നമ്മൾ നേരത്തെ കണ്ടത് ആ ഒരു സ്റ്റോക്കിന്റെ കറക്റ്റ് സെന്ററിലാണ് നമുക്ക് ഒരു ഓപ്പൺ പ്രൈസും ക്ലോസിംഗ് പ്രൈസും വന്നത്. അവിടെ ഈക്വൽ ആയിരുന്നു, സെല്ലേഴ്സും ബയേഴ്സും ഈക്വൽ ആയിരുന്നു. പക്ഷെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, നമുക്കിവിടെ ഏറ്റവും കൂടുതൽ താഴോട്ടാണ് ഈ ഓപ്പണിങ്ങിനും ക്ലോസിംഗ് പ്രൈസിനും താഴെ ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വലിയൊരു ഏരിയയിലാണ്. പക്ഷെ മുകളിൽ വന്നിരിക്കുന്ന ഹൈ എന്ന് പറയുന്നത് ചെറിയൊരു ഏരിയ ആണ്. അപ്പം ഇതിന്റെ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. നമ്മൾ നേരത്തെ കണ്ടത് ഇതിന്റെ സെന്റർ ഭാഗത്തായിരുന്നു ഈ ഒരു ക്ലോസിംഗ് ഓപ്പണിംഗ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ മുകളിലാണ് വന്നിരിക്കുന്നത്, കുറച്ചധികം മുകളിലോട്ട് വന്നിരിക്കുന്നു. അപ്പം ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട്, ഏറ്റവും കൂടുതൽ ഒരു 75% ഈ ഒരു ക്യാൻഡിലിന്റെ 75% ബയേഴ്സ് ആണ്, മുകളിലൊരു 25% സെല്ലേഴ്സ് ആണ്. അപ്പം ഈ ഒരു സ്റ്റോക്കിൽ വലിയൊരു ഏരിയ മൊത്തത്തിൽ, ഈ ഒരു ഏരിയ മൊത്തം ബയേഴ്സ് സ്ട്രോങ് ആയതുകൊണ്ടാണ് ഈ ഒരു ക്യാൻഡിൽ ഇങ്ങനെ വന്നിരിക്കുന്നത്. നമുക്ക് അടുത്ത ഒരു ക്യാൻഡിലൂടെ നോക്കാം. ഒരു സ്റ്റോക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ഓപ്പൺ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് വളരെയധികം മുകളിലോട്ട് പോയി ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ വന്നിട്ട് ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു. ക്ലോസിംഗ് പ്രൈസ് നമ്മൾ നേരത്തെ കണ്ടതിന് നേരെ ഓപ്പോസിറ്റ്. നമുക്ക് നേരത്തെ ഏറ്റവും കൂടുതൽ ബയേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ സെല്ലേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഇല്ല, നേരത്തെ കണ്ടതിന് നേരെ ഓപ്പോസിറ്റ് ക്യാൻഡിലാണ്. അതായത് നേരത്തെ ഈ ഒരു ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉണ്ടായിരുന്നത് ഈ ഭാഗത്തായിരുന്നു. അവിടെ ഒരു 75% ബയേഴ്സും ഒരു 25% സെല്ലേഴ്സും ഉണ്ടായിരുന്നിടത്ത് ഈ ഒരു ക്യാൻഡിൽ വന്നിരിക്കുന്നത് 75% സെല്ലേഴ്സ് ആണ്. മുകളിൽ വരുന്ന അപ്പർ വിക്ക് എന്താണ്? മുകളിൽ വരുന്ന അപ്പർ വിക്ക് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. അപ്പർ വിക്ക് വരുന്ന എല്ലാം സെല്ലേഴ്സ് ആണ്. താഴെ വന്നിരിക്കുന്ന ചെറിയൊരു 25%, ഈ ഒരു ക്യാൻഡിലിന് 25% വന്നിരിക്കുന്നത് ലോവർ വിക്ക് ആണ് ഇല്ലേ? അപ്പൊ നമ്മള് ആദ്യം മുതൽ ഒന്നുകൂടെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നമുക്ക് ആദ്യം ഒരു ക്യാൻഡിൽ എങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് പഠിച്ചു. പിന്നെ ആ ക്യാൻഡിലിന്റെ മീനിങ് എന്താണെന്ന് പഠിച്ചു. ക്യാൻഡിലിന്റെ അപ്പർ വിക്ക് എന്താണെന്ന് പഠിച്ചു. ലോവർ വിക്ക് എന്താണെന്ന് പഠിച്ചു. ഫുൾ ബോഡി ക്യാൻഡിൽ എന്താണെന്ന് പഠിച്ചു. വിത്തൗട്ട് ബോഡി ക്യാൻഡിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിന്റെ അർത്ഥം എന്താണെന്ന് പഠിച്ചു. നമ്മളൊരു ചാർട്ട്, ഏതെങ്കിലും ഒരു സ്റ്റോക്കിന്റെയോ ഏതെങ്കിലും ഒരു ഇൻഡെക്സിന്റെയോ ചാർട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന പല വിധത്തിലുള്ള ക്യാൻഡിൽസ് ഉണ്ടാവും. അത്രയും ക്യാൻഡിൽ നമ്മൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിനപ്പുറത്ത് വേറെ ഒരു ക്യാൻഡിൽസും നിങ്ങൾക്ക് ചാർട്ടിൽ കാണാൻ പറ്റത്തില്ല. ഉദാഹരണത്തിന് നമുക്ക് ഈ ഒരു ക്യാൻഡിൽ നോക്കാം, ഈ ഒരു ചാർട്ട് നോക്കാം. നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള ഒട്ടുമിക്ക ക്യാൻഡിൽസും ഈ ഒരു ചാർട്ടിനകത്ത് വന്നിട്ടുണ്ട്. ഇതാണ് ഫുൾ ബോഡി ക്യാൻഡിൽ. ഈ ഒരു ചാർട്ടിനകത്ത് ഫുൾ ബോഡി ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ഇതിൽ വിക്കില്ല. ഇതൊരു റെഡ് കളർ ക്യാൻഡിലാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇതൊരു ഫുൾ സെല്ലിംഗ് പ്രഷർ ഉണ്ടായിട്ടുള്ള ഒരു ബെയറിഷ് ക്യാൻഡിലാണ് ഇല്ലേ? അടുത്ത് ഈ ഒരു ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത് മുകളിൽ വിക്കുണ്ട്, താഴെ ചെറിയൊരു വിക്കുണ്ട്, ഫുള്ള് ഒരു ഗ്രീൻ കളറാണ്. അപ്പം ഇത് ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. അടുത്ത് ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾ അവസാനം പഠിച്ച ചെറിയ വിത്തൗട്ട് ബോഡിയുള്ള ഒരു ക്യാൻഡിലാണിത് ഇല്ലേ? ചെറിയൊരു ബോഡി മാത്രമേ ഉള്ളൂ. താഴെ ഒരു ഏകദേശം ഒരു 75%-ന് മുകളിൽ ബയേഴ്സ് ഉണ്ടായിരുന്നുകൊണ്ടാണ് മുകളിൽ ചെറിയൊരു വിക്കും ആ ഒരു ചെറിയൊരു ബോഡി മുകളിൽ വന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിന് ചെറിയൊരു ബോഡി മുകളിലുണ്ട്. താഴെ നിന്ന് ബയേഴ്സ് മാർക്കറ്റിന് ഈ ഒരു സ്റ്റോക്കിനെ മുകളിലോട്ട് കൊണ്ടുപോയി. ഇത് നമ്മൾ ഏറ്റവും അവസാനം പഠിച്ചതാണ്. മുകളിൽ നിന്നൊരു 75% സെല്ലേഴ്സ് ഉണ്ടായിരുന്നു, താഴെ ഒരു 25% ബയേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിത്തൗട്ട് ബോഡി ക്യാൻഡിൽ രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് ക്യാൻഡിൽ ഫോർമേഷനിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ ക്യാൻഡിൽസും നമുക്ക് ഈ ഒരു ചാർട്ടിനകത്ത് കാണാൻ പറ്റും. ഈ ചാർട്ടിൽ ഇല്ലാത്ത വേറെ ക്യാൻഡിലുകളൊന്നും തന്നെ നമുക്ക് ഇല്ല. അപ്പോൾ ക്യാൻഡിൽസിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ക്യാൻഡില്, ഒരു സ്റ്റോക്കിന്റെ അന്നത്തെ ദിവസത്തിൽ ആ ഒരു സ്റ്റോക്ക് സഞ്ചരിക്കുന്ന പ്രൈസിനനുസരിച്ച് ഒരു
ക്യാൻഡിൽ എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് നമ്മൾ പഠിച്ചു. നിങ്ങൾക്ക് ഒരു ക്യാൻഡിൽ രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ അടുത്ത കാര്യങ്ങൾ പഠിച്ചു തുടങ്ങാം. അപ്പം കൃത്യമായിട്ട് തന്നെ ക്യാൻഡിൽ എങ്ങനെ ഫോം ചെയ്യുന്നതെന്ന് പഠിക്കാൻ ശ്രമിക്കുക. എന്നാൽ നമുക്ക് അങ്ങോട്ടുള്ള വീഡിയോസിൽ ഈ ഒരു പ്രൈസ് ആക്ഷൻ സീരീസിന്റെ ഫുള്ള് വീഡിയോസിൽ ഫുള്ള് ക്യാൻഡിലിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാൻഡിൽ ഫോം ചെയ്യുന്നതിന്റെ മീനിങ് എന്താണ്, അടുത്ത് മാർക്കറ്റിൽ എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്, അതൊക്കെ നമ്മൾ വീണ്ടും അങ്ങോട്ടുള്ള എല്ലാ വീഡിയോസിലും പഠിക്കും. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്യാൻഡിലിന്റെ രൂപവും അതിന്റെ കളറും നമ്മൾ പഠിച്ചിരിക്കണം. എന്നാലും നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത് ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് കാണാം. താങ്ക് യു.